ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നോമ്പിൻ്റെ 5-ാം ദിവസം. അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യമായി 32-ാം വാക്യം: നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു; കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. നാം ഇന്ന് ധ്യാനിക്കുന്ന ദൈവവചനത്തിൽ പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, ക്ഷമ, പാപം ക്ഷമിച്ചുകൊണ്ടുള്ള സ്വീകരണം എന്നിവയെക്കുറിച്ചുള്ള വലിയൊരു സന്ദേശം നമുക്ക് ലഭിക്കുന്നു. 2 ചിന്തകൾ പങ്കുവെച്ചുകൊള്ളട്ടെ. ഒന്നാമതായി, പിതാവിനെ മറന്നുകൊണ്ടുള്ള പുത്രന്റെ യാത്ര. ഈ ഭാഗത്ത് യുവാവ് തൻ്റെ പിതാവിനെ ഒട്ടും പരിഗണിക്കാതെ പിതാവിൽ നിന്നും അകന്ന് സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ തീരുമാനിക്കുന്നു. അവൻ തൻ്റെ അവകാശങ്ങൾ പൂർണ്ണമായി ആവശ്യപ്പെട്ട് പിതാവിൻ്റെ സമ്പത്തിൽ തനിക്കുള്ളത് സമാഹരിച്ച് മറ്റൊരിടത്തേക്ക് യാത്രയാകുന്നു. അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ തീരുമാനിക്കുന്നു. ഈ ഭാഗം നമ്മുടെ ജീവിതത്തിൻ്റെ തെറ്റായ ജീവിത സഞ്ചാരങ്ങളെയും സൂചിപ്പിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹവും ലഭിച്ചിട്ടും ചിലപ്പോൾ ദൈവത്തോടുള്ള പ്രതിബന്ധങ്ങൾ മറന്ന് സ്വന്തം ഇഷ്ടങ്ങൾക്കായി ജീവിതം നയിക്കുന്നത് നമ്മുടെ ആത്മീക ഭൗതിക ജീവിതത്തിൽ ദുഃഖവും നഷ്ടവും വരുത്തുന്നു. രണ്ടാമതായി, പിതാവിനെ ഓർത്തുകൊണ്ടുള്ള പുത്രന്റെ മടക്കയാത്ര. അപ്പനെ വിട്ടുപോയ മകന് ഒരു ദുഃഖകരമായ കാലഘട്ടം വന്നപ്പോൾ അവന് സുബോധം വന്ന് അവൻ്റെ മനസ്സ് അവൻ്റെ അപ്പനെ തിരയുകയാണ്. അവൻ തൻ്റെ പിതാവിൻ്റെ കൂടെ അനുഭവിച്ച മനോഹരമായ കാലങ്ങൾ ഓർക്കുകയും പിതാവിൻ്റെ അരികിലേക്ക് മടങ്ങുവാനും തീരുമാനിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ ദൈവം അവനെ അനന്തമായ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. ഈ അനുഭവം പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ വെളിവാക്കുന്നു. മകൻ അപ്പന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ പിതാവ് അവനെ കാണുമ്പോൾ മകനെ മേൽത്തരമായ അങ്കി ധരിപ്പിച്ച് കൈക്ക് മോതിരവും കാലിനു ചെരുപ്പും ഇടിയിപ്പിച്ച് അവന്റെ വരവ് ആഘോഷിക്കുകയാണ്. പിതാവിൻ്റെ ഇപ്രകാരമുള്ള പ്രതികരണം പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. ദൈവം നമ്മെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നു. നമ്മുടെ തിരിച്ചു വരവ് കൊണ്ട് അവൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു. പ്രിയമുള്ളവരെ, നാം നമ്മുടെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് ഏറെ അകന്നു പോയിട്ടുണ്ടാവാം. എന്നാൽ ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മൾ നമ്മുടെ പാപങ്ങളെ വെടിഞ്ഞ് ശുദ്ധീകരിച്ച് നമ്മുടെ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, നിന്നിൽ നിന്ന് ഞങ്ങൾ ഏറെ അകന്നു പോയിട്ടുണ്ട്. എന്നാൽ അനുതാപ ഹൃദയത്തോടെ ഇതാ ഞങ്ങൾ മടങ്ങി വരുന്നു. ഞങ്ങളെ സ്വീകരിക്കണമേ. ആമേൻ.